അപ്പോൾ നമ്മളിന്നൊരു സെറ്റ് വീടാണ്. അപ്പോൾ നമ്മൾ കുറച്ച് അലമ്പാണ്. ഇവിടെ നമ്മളൊരു അയൽവാസി കുറച്ച് മണ്ണൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളാ മണ്ണിൽ ഒരു ചങ്ങാനെ വിളിച്ചിട്ട്, നമ്മളെ കൂട്ടുകാരനാണ് ഇവന്, ഇതിൽ കൂടെ ഒക്കെ റൈഡ് ചെയ്യും. നമ്മളെ പഴയൊരു സൈക്കിൾ എടുത്തിട്ട് റൈഡ് ചെയ്യാൻ പോണ്. ഇവനെന്നെ കൊല്ലുന്നു ഉറപ്പാ. കുഴി വിളിച്ചവിടെ ഗൈസ്. അപ്പോൾ ഇവന് നല്ല പേടിയിലാണ്. നമുക്ക് ഇവനെ ഉന്തി വിടാം. അപ്പൊ അവൻ പോയിട്ടുണ്ട്. ഇനി നമുക്ക് പോവാം. സൂപ്പറല്ലേ? കട്ട് ചെയ്തോ? എന്താ പൊളിഞ്ഞ വണ്ടി എടുക്കണ്ട ഞാൻ പറഞ്ഞതാ. അവിടെ കിടക്കില്ല നമ്മളെ ഗിയർ, എടുത്താ പോലെ. പറഞ്ഞ ഞാൻ ജിമ്മ് പോണെന്ന്. ഈ സാധനം ഭയങ്കര പണി കിട്ടും. ഈ ശക്തിമാനം കുറച്ച് ഷോ ഒക്കെ ഉണ്ടാവും. ഇത്രയേ ഉള്ളൂ. ഞാനങ്ങനെ അടുത്ത റൈഡ് പോകാൻ പോവാണ്. ഞങ്ങൾ 2 ചങ്ങന്മാരുണ്ട്. നമുക്ക് പോവാ. ചത്തിക്കില്ലേ ഞാൻ നിൽക്കണം. ചത്തോ? ഇല്ല, ചത്തില്ല. അപ്പൊ സെറ്റ് റൈഡാണ്. ജസ്റ്റ് വേല എടുക്കുന്നുണ്ട്, പക്ഷെ കുഴപ്പമില്ല. വേറൊരൊക്കെ ഉണ്ട്, ഓനും കൂടി ചെയ്യട്ടെ. നമ്മളങ്ങനെ തേനീച്ച കൂടെ കണ്ടുപിടിച്ചിരിക്കുന്നു. എനിക്ക് അന്ന് 2 കുത്തിട്ടിയ സാധനാ. പിന്നെ ഞാൻ ഇല്ലാതെ തീർക്കും. നമ്മൾ വെറുതൊന്ന് ഇറങ്ങി നോക്കാൻ പോവാണ്. ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ അടുത്തി ചെറുതായിട്ടൊന്നും ചെക്ക് ചെയ്യണില്ല. അവിടെയൊക്കെ വെള്ളം നിറഞ്ഞ ഒന്നുമില്ല. ഒന്നും ഓണാകുന്നില്ല. ഫുള്ളായിട്ട് നമ്മൾ തിരിച്ചു കയറി പോണേ. അപ്പൊ ഓനും കൂടി വരാൻ പോണ. എടാ ഞാനില്ലേ കൗണ്ട് ഓൺ ചെയ്യാം. അപ്പൊ ഈ വന്നാ മതി. ഭയങ്കര പേടിയാണ് ഗൈസ്. 3, 2, 1 റെഡി. അങ്ങനെ ഗൈസ് ഇവർക്ക് അപ്പുറത്ത് പോകാത്ത എന്തോ ഭാഗ്യം. അങ്ങനെ നമ്മൾ ഇനി ഒറ്റക്ക് സൈക്കിളിലൊന്നും നമുക്ക് വിട്ടോക്കാം. 2 മാസമല്ലേ പോയിട്ടുള്ളൂ. അപ്പത്തേക്കും കിടക്കും വിറ്റാ ശരിയാവൂ. ഇതിനൊക്കെ ഞാനെന്നെ വേണോ? പച്ചപ്പാണ് ഞങ്ങളുടെ നാട്. നമുക്ക് അവിടേക്ക് റൂട്ട് മാറ്റാം. തൊട്ട ബാക്കിൽ നമ്മളെ തൈലത്തോട്ടാണ്. ഫുൾ തൈലത്തോട്ടാണ്. പിന്നെ ഒരു ദിവസം നമ്മൾ അതിൻ്റെ ബ്ലോഗ് എടുക്കുന്നതാണ് തൈലത്തോട്ടത്തിൻ്റെ. എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ബൈ ഗൈസ്. അപ്പോൾ നമ്മൾ ബായ് എന്ന് പറഞ്ഞത് കുറച്ച് സ്ഥലങ്ങളും പിന്നെ ക്യാമറയിൽ ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ റെഡിയാക്കാനാണ്. അപ്പോൾ ക്ഷമിക്കണം, കുറച്ച് നേരം വൈകിപ്പിച്ചതിന്. അപ്പോൾ ഗൈസ് നമ്മൾ വീണ്ടും ഒന്നും കൂടെ അങ്ങനെ റൈഡ് ചെയ്യാൻ പോവാണ്. ഇപ്രാവശ്യം നമ്മൾ റൈഡ് ചെയ്യാൻ പോണത് ഇവർക്കാണ്. ഇവർക്ക് എന്താവുമെന്ന് പറഞ്ഞറിയുള്ളൂ. പക്ഷെ നമ്മളല്ല റൈഡ് ചെയ്യാൻ പോകുന്നത്, സൈക്കിൾ വിറ്റ്. നമ്മൾ സൈക്കിൾ വിട്ടോക്കാം. നമുക്ക് ഗിയർ സൈക്കിൾ എടുത്താലേ നല്ലത്. ഇപ്പോൾ സൈക്കിൾ എടുക്കലൊന്നും നമുക്കൊരു വിഷയമല്ല. പോവാണെങ്കിൽ പോട്ടെ, പൈസ ഒന്നും നമുക്ക് വിഷയമല്ല. സൈക്കിൾ അങ്ങനെ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ സൈക്കിളിൻ്റെ അവസ്ഥ.
എത്തിയിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ റൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ അവസ്ഥ തല പൊട്ടി കൈകാലം പൊടിഞ്ഞ് പണിയാവും. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ ഇനി വേറെ ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യാൻ പോകണം. ആദ്യം ജിമ്മ ഒന്ന് സൈക്കിൾ എടുക്കും. അടുത്ത വീഡിയോയിൽ നമ്മൾ ക്യാമറമാനൊക്കെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. സഹായിക്കണോ? വാ, ഇവിടെ കുറച്ച് സീനാണ്. കേറ്റിക്കോ സൈഡിൽ കൂടെ വീലൊക്കെ കളഞ്ഞു കൊണ്ടുവന്നപ്പോൾ ഒരു പ്രശ്നമില്ലാത്ത സൈക്കിളായിരിക്കും. കാണുന്ന പോലെയല്ല, നല്ല ഹൈറ്റ് ഉള്ള സ്ഥലമാണ്. കണ്ടോ, ഒരു വീടാണിത്, ഒറ്റ നിലൻ്റെ ഒരു വീടാണ്. അതിൻ്റെ എത്ര അടി മേലെയാണ് നമ്മൾ നിൽക്കണത് നിങ്ങൾ ആലോചിക്കണം. കുറച്ച് ഡേഞ്ചറാണ്, എന്നാലും ചെയ്യൂ. ഇനി ആരും വീട്ടില് അനുഗ്രഹിക്കുകയാണെങ്കിൽ ഇനി നമുക്ക് നേരെ പോവാം. ഞാൻ അങ്ങനെ പോവാണെങ്കിൽ എന്റെ അവസ്ഥ ഇതേപോലെ ഞാൻ കിടക്കും. ചിലപ്പോ കൈ വരെ ഒടിയാനുള്ള ചാൻസ് ഉണ്ട്. നമുക്കിത് മേലെ പോവാം. എടാ വേണ്ടൊക്കെ പണിയെടുത്തിട്ടല്ലേ ഇത്ര ചെയ്തുകൊണ്ട് നമുക്കൊരു പ്രശ്നമില്ല എന്ന് പറയുന്നു. പോവാ നമ്മളങ്ങനെ ഇവിടെ പവർ സപ്ലൈ കൊടുക്കുന്ന ഒരു സ്ഥലത്തൊക്കെയാണ് പോണേ. അപ്പോൾ ഗൈസ് ഇവിടെ പവർ സപ്ലൈ കൊടുക്കുന്ന സ്ഥലത്തൊക്കെയാണ് വന്നത്. ഇവിടെ മൊത്തം നാശനഷ്ടമാണ് ഗൈസ്. ഇത് നമുക്ക് പോകണില്ല, വല്ല പാമ്പുണ്ടെങ്കിൽ തീർന്ന് കത്തം. ഗൈസ് നമ്മൾ ജിമാ കയറിക്കോ. ഇത് പൊട്ടണ കണ്ടു കാണുന്നു. അയിമ കയറി കമ്പിയമ്മ ഇരിക്കാനുള്ള പൊട്ട കയറിക്കോ. ഇരുന്നോ ജിമ്മങ്ങനെ അതിൻ്റെ മേലെ കയറി നിന്നിട്ടുണ്ട്. ഭയങ്കര ഹൈറ്റാണ് ഇവിടെ. പക്ഷെ അതിൻ്റെ നടുവിൽ ഒരു കുളമാണ്. കാണിച്ചതാ കാണാൻ സാധ്യതയില്ല, കാരണം ഈ കാട് കൂടി കുട്ടികളൊന്നും വീട്ടിൽ ഇങ്ങനത്തെ സ്ഥലത്തൊന്നും പോയി ഈ വീട് പോലത്തെ അനുഗ്രഹിക്കരുത്. പ്രത്യേകം പറയുന്ന കാര്യമാണ്. ഇങ്ങനത്തെ മണ്ണിട്ട സ്ഥലത്തൊക്കെ ഉണ്ടാവും, ചിലരൊക്കെ അങ്ങനെ ചെയ്യാൻ നോക്കും. ചില സ്ഥലത്തൊക്കെ വലിയ വലിയ കല്ല് നമ്മൾ കാണാണ്ട് നിൽക്കുന്നുണ്ടാവും. അതേപോലെ ഒരു കല്ല് മിഞ്ഞാന്ന് ഇവിടുന്ന് കണ്ടു. ആ കല്ലുമായിട്ട് ഞങ്ങൾ അങ്ങനെ സൈക്കിൾ റൈഡ് ചെയ്യാൻ പോയിരുന്നു. അപ്പോഴാണ് കല്ല് കണ്ടേ. ഞങ്ങൾ ആ കല്ല് മാന്തി കളഞ്ഞ്. ആ കല്ലൊക്കെ തലക്കടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്നേക്കും നമ്മൾ വീണ് കൈ കാലൊക്കെ ഒടിഞ്ഞാൽ നമ്മൾ ഉത്തരവാദിയല്ല. വീടിട്ടേറെ പേരിൽ കമൻറ്റിലൊന്നും തെറി വിളിക്കല്ലേ ഗൈസ്. ഫുള്ള് ബീച്ച് ഒന്നും പ്രശ്നമാകണ്ട, മണ്ണായത് കൊണ്ടാണ് ഗൈസ്. ഈ വീടൊക്കെ പൊട്ടി പൊളിയാണേ ഗൈസ്. ഇതിപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ അടുക്കളേൻ്റെ ഭാഗത്താണ് നമ്മൾ നിൽക്കണേ. അടുക്കളൊക്കെ പൊളിഞ്ഞു പോയി. നമ്മൾ ഒന്നുകൂടി സൈക്കിൾ റൈഡ് ചെയ്യാൻ പോകും. കൂട്ടുകാരന് പോവാ. കള്ളിവിടാ വേണ്ട 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 പേടിയാണ്. എന്നെ പോലെ ശരി ആരില്ല. ചൂട്ടാണ്ട് ചൂട്ടേ ഇത് താഴെ വരെ പോയി. ഓട്
ഫിൽറ്റർ പൊട്ടിപ്പോയി. ഒളിഞ്ഞ ഫിൽറ്റർ കണ്ട ഒടിഞ്ഞ പീസ് വീഡിയോയിൽ കാണുന്നുണ്ടോ? അത്യാവശ്യം പഴക്കമുള്ള വീടാണ്. 2010 ഉണ്ടാക്കിയ വീടാണ്. 2010 വീടായ കൊണ്ടാണ് ഇത്ര പൊളിഞ്ഞ് കിടക്കുന്നത്. ഇപ്പോൾ 2026 10 വർഷം ഡിഫറൻസ് ഉണ്ട്. 2025 ഈ മണ്ണിട്ട്. നമുക്കൊരു കാര്യം കാണിച്ചു തരാം. തേയിലത്തോട്ടം കണ്ടോ? സൂം ചെയ്തൊക്കെ ചിലപ്പോൾ പുലിന കാണാം. കണ്ട് ഇപ്പോൾ ഒരു എന്തോ ജീവി ഇങ്ങനെ പോണ ഞങ്ങളുണ്ട്. അതുകൊണ്ട് അധികം നേരം ഇവിടെ നിൽക്കാൻ സേഫല്ല. അപ്പോൾ ഇവിടുത്തെ ആൾക്കാരൊക്കെ ജീപ്പ് വിളിക്കാൻ തുടങ്ങി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞു